വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഞാൻ പ്രീവിയസ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ ലിസ്റ്റിംഗ് പ്രോസസ്സ് വരെ ഞാനത് ഒരു സ്റ്റോറി പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പല ടേംസും ഞാൻ അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ മിസ് ചെയ്ത കുറച്ച് ടേംസും അതുപോലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും കൂടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് 72 ടേംസ് ആണ് ഞാൻ സോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ ആ 72 ടേംസ് ആണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ 72 ടേംസിനെ ഞാൻ 6 കാറ്റഗറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബേസിക് ടേംസ് ആണ്. ബേസിക് ടേംസിൽ ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും സ്റ്റോക്ക് ഇൻഡെക്സിനെയും റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ IPO ടേംസ് ആണ്. IPO ടേംസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ IPO പ്രോസസ്സിൽ നിങ്ങൾ കണ്ടേക്കാവുന്ന കുറേ ടേംസ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ടേംസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും അതുപോലെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസും ആണ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മീഡിയ ടേംസ് ആണ്. മീഡിയ ടേംസ് എന്ന് പറയുന്നത് നിങ്ങൾ ബിസിനസ് ന്യൂസ് ചാനൽസ് ആയ CNBCയും ET Now ഒക്കെ കാണുമ്പോൾ അതിൽ എക്സ്പേർട്സും ആങ്കേഴ്സും ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ആണ്. അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ടേംസ് ആണ്. ട്രേഡിംഗ് ടേംസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങളൊരു പുതിയ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് ആണ്. ആറാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് ആണ്. ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ ടേംസ് ആണ്. ആദ്യമായിട്ട് ഞാൻ ബേസിക് ടേംസ് ആണ് പറയാൻ പോകുന്നത്. ബേസിക് ടേംസിൽ ഞാൻ 11 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ട്രേഡിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. അടുത്ത ടേം എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയർസിന്റെ ബയറിനെയും സെല്ലറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് NSE, രണ്ടെന്ന് പറയുന്നത് BSE. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. 1875 BSE ഫോം ചെയ്തത്. അത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE ഫോം ചെയ്തത് 92 പക്ഷേ ഇന്ന് നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കിയാലും ഡെയിലി ടേൺ ഓവർ നോക്കിയാലും NSE ആണ് ആക്ച്വലി BSEക്കാളിലും വലുത്. അതുപോലെ BSEയിൽ 5000+ കമ്പനീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. NSEയിലാണ് അറൌണ്ട് 2000 കമ്പനീസും ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ BSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ വാല്യൂ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ അതാണ് വേൾഡിലെ 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ടേൺ ഓവർ നോക്കിയാലും നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കിയാലും NSE ആണ് മുമ്പിൽ. പക്ഷേ ഒരു ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെങ്കിലും അതുപോലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും BSE ആണ്. NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള thousands ഓഫ് സ്റ്റോക്സ് NSEയിൽ ആക്ച്വലി ലിസ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത ടേം എന്ന് പറയുന്നത് സ്റ്റോക്ക് ബ്രോക്കറാണ്. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് NSEന്നോ BSEന്നോ അത് പർച്ചേസ് ചെയ്യാൻ ഒക്കത്തില്ല. സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് മാത്രമേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ജിയോജിത്ത്, ഇന്ത്യ ഇൻഫോലൈൻ, ICICI ഡയറക്ട്, HDFC സെക്യൂരിറ്റീസ്, കൊട്ടാക് സെക്യൂരിറ്റീസ്, അതുപോലെ Zerodha, RKSB ഒക്കെ. അടുത്ത ടേം എന്ന് പറയുന്നത് SEBI ആണ്. സെബിയുടെ ഫുൾ ഫോം ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് SEBI എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ അഥവാ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയാണ് SEBI. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ NSEയും BSEയും അതുപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയ ജിയോജിത്ത്, കൊട്ടാക്കും, HDFC സെക്യൂരിറ്റീസും, ICICI ഡയറക്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻഡെക്സ് ആണ്. സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഓരോ രാജ്യത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒന്നോ അതിൽ കൂടുതലോ നാഷണൽ ഇൻഡെക്സ് കാണും. സോ ആ ഇൻഡെക്സ് ആയിരിക്കും ആ രാജ്യത്തിലെ ലാർജസ്റ്റ് കമ്പനീസിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ആ ഇൻഡെക്സ് താഴോട്ട് പോകുകയാണെങ്കിൽ അതിനർത്ഥം ആ രാജ്യത്തിലെ ലാർജസ്റ്റ് കമ്പനീസിന്റെ എല്ലാ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുകയാണെന്നും അതുപോലെ ആ ഇൻഡെക്സ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ രാജ്യത്തിലെ ലാർജസ്റ്റ് കമ്പനീസിന്റെ എല്ലാം സ്റ്റോക്ക് പ്രൈസ് മേലോട്ട് പോകുകയാണെന്നുമാണ് അർത്ഥം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് ഇൻഡെക്സുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സെൻസെക്സും രണ്ടെന്ന് പറയുന്നത് നിഫ്റ്റി 50. സെൻസെക്സ് എന്ന് പറയുന്നത് 30 കമ്പനീസിന്റെ ഒരു ഇൻഡെക്സും നിഫ്റ്റി 50 എന്ന് പറയുന്നത് 50 കമ്പനീസിന്റെ ഒരു ഇൻഡെക്സുമാണ്. അതുപോലെ സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് ആണ്. അതുപോലെ നിഫ്റ്റി 50 എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ BSEയിലെ പ്രൈസും അതുപോലെ നിഫ്റ്റി 50 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് NSEയിലെ പ്രൈസുമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രൈമറി സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ സെൻസെക്സും നിഫ്റ്റി 50 ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ആണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്.
ഒന്നെന്ന് പറഞ്ഞാൽ ട്രെൻഡ് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവ BSEയിൽ 5000 കമ്പനീസോളം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനൊരു ഇൻഡെക്സേ ഇല്ലായിരുന്നെങ്കിൽ ഓവറോൾ മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല ഒരു ഔട്ട്സൈഡറിന്. സോ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലാർജസ്റ്റ് കമ്പനീസിനെയാണ് ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓവറോൾ മാർക്കറ്റ് മുകളിലോട്ടാണെന്നും ആ ഇൻഡെക്സ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഓവറോൾ മാർക്കറ്റ് താഴോട്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് അറിയാം 8% അറൗണ്ട് ആണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്. സോ ആ ക്യാഷ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയണമെന്ന് വെച്ചു. സോ അതിനാണ് നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ പ്രൊഫഷണൽസുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസ് ആണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും TV ചാനൽസിലൊക്കെ Nifty 100, Nifty 200, Nifty 500, S&P BSE 500 എന്നൊക്കെ. സോ ഇതെന്ന് പറയുന്നത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിഫ്റ്റി എന്ന് പറയുന്നത് 50 കമ്പനീസിനെ മാത്രമേ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ സെൻസെക്സ് എന്ന് പറയുന്നത് 30 കമ്പനീസിനെ മാത്രമേ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ Nifty 500 അല്ലെങ്കിൽ Nifty 200 എന്ന് പറയുന്നത് 500 കമ്പനീസിനെയും 200 കമ്പനീസിനെയും ഒക്കെയാണ് ട്രാക്ക് ചെയ്യുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ് ബേസ്ഡ് ഇൻഡെക്സസ് ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ് 100, നിഫ്റ്റി മിഡ് ക്യാപ് 100, S&P BSE മിഡ് ക്യാപ്, അതുപോലെ S&P BSE സ്മോൾ ക്യാപ് എന്നൊക്കെ. നിങ്ങൾ TV ചാനൽസിൽ റെഗുലറായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്നും മിഡ് ക്യാപ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മിഡ് ക്യാപ് ഇൻഡെക്സ് എന്ന് അതിൻ്റെ അത് മെൻഷൻ ചെയ്യുന്നത് ഈ നിഫ്റ്റി മിഡ് ക്യാപ് 100ഉം അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ നിഫ്റ്റി സ്മോൾ ക്യാപ് 100ഉം ആണ്. സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ സ്മോൾ ക്യാപ് കമ്പനീസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതുപോലെ മിഡ് ക്യാപ് ഇൻഡെക്സിൽ മിഡ് ക്യാപ് കമ്പനീസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് സെക്ടോറൽ ഇൻഡെക്സസ് ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നിഫ്റ്റി ബാങ്ക്, അഥവാ ബാങ്ക് നിഫ്റ്റി, അതുപോലെ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി IT, നിഫ്റ്റി FMCG ഒക്കെ. ഈ ഇൻഡെക്സുകളൊക്കെ ഒരേ ഗ്രൂപ്പിലുള്ള സ്റ്റോക്കുകളെയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിഫ്റ്റി ബാങ്കിൽ ഇപ്പം ICICI ബാങ്കും HDFC ബാങ്കും അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ആയിരിക്കും കാണുന്നത്. അതുപോലെ ഫാമയിലാണെങ്കിൽ ലൂപ്പിനും സൺഫാമയും ഡോക്ടർ റെഡീസും ആയിരിക്കും കാണുന്നത്. അതുപോലെ IT-യിലാണെങ്കിൽ TCSും ഇൻഫോസിസും ടെക് മഹീന്ദ്രയും ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം IT-ക്കകത്ത് ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് വരത്തില്ല, അതുപോലെ ബാങ്കിൻ്റെ അകത്ത് IT-യോ ഫാമയോ വരത്തില്ല. അടുത്ത ടേം എന്ന് പറയുന്നത് US മാർക്കറ്റിലെ 3 മേജർ സ്റ്റോക്ക് ഇൻഡെക്സുകളാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ്, രണ്ടെന്ന് പറയുന്നത് നാസ്ഡാക്ക് 100, മൂന്നെന്ന് പറയുന്നത് S&P 500. ഈ 3 സ്റ്റോക്ക് ഇൻഡെക്സുകളെ നമ്മൾ ഷോർട്ടായിട്ട് ഡൗ ജോൺസ് എന്നും നാസ്ഡാക്ക് എന്നും S&P എന്നാണ് വിളിക്കുന്നത്. ഈ 3 സ്റ്റോക്ക് ഇൻഡെക്സുകളോടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം US മാർക്കറ്റാണ് ആക്ച്വലി മദർ ഓഫ് ഓൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് US മാർക്കറ്റ് ക്രാഷ് ചെയ്യുവാണ് വേൾഡിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും കൂടെ ക്രാഷ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് 2000-ലെ .com ബബിളും 2008-ലെ ഫൈനാൻഷ്യൽ ക്രൈസിസും. ഇത് രണ്ടും ട്രിഗർ ചെയ്തത് US-ലാണ്. അടുത്തതായിട്ട് ഞാൻ IPO ടേംസ് ആണ് പറയാൻ പോകുന്നത്. IPO ടേംസിലും ഞാൻ 11 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. IPO ടേംസിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്. അവിടെയാണ് ഇക്വിറ്റി ബാക്ക് സെക്യൂരിറ്റീസിന്റെയും അതുപോലെ ലോങ് ടേം ഡെപ്റ്റിന്റെയും ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി സ്റ്റോക്സിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഒരു സ്ഥലമാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ടേം ആണ്. അതിൽ ഇക്വിറ്റി സ്റ്റോക്സ് മാത്രമല്ല ബോൺസും ഡെറിവേറ്റീവ് കോൺട്രാക്ട്സും അതുപോലെ ഓപ്ഷൻ കോൺട്രാക്ട്സും അതുപോലെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സും അതുപോലെ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ ഷെയർസോ ബോൺസോ ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അതായത് പ്രൈമറി മാർക്കറ്റിലാണ് ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ലാത്ത സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു സെക്യൂരിറ്റി പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ട്രേഡിംഗ് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലും ആ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബൈയിങ് സെല്ലിംഗ് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലുമാണ്. പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് കമ്പനീസിന്റെ നിന്ന് ഡയറക്ട്ലി ആണ് പർച്ചേസ് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ വേറൊരു ഇൻവെസ്റ്ററിന്റെ നിന്നാണ് ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നത്. സോ അവർ തമ്മിൽ എഗ്രി ചെയ്യുന്ന പ്രൈസിലായിരിക്കും ആ ഡീൽ നടക്കുന്നത്. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ IPO ആണ്. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. ഒരു IPOയിൽ ഫ്രഷ് ഇഷ്യൂവും കാണാം, ഓഫർ ഫോർ സെയിലും കാണാം. ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റേഴ്സിന് കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ അതിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല, പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കുറച്ച് ഷെയർസ് പുതിയ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുകയാണ്. മിക്ക IPOകളിലും ഫ്രഷ് ഇഷ്യൂവും കാണും, ഓഫർ ഫോർ സെയിലും കാണും. അതായത് 1 കോടി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ 70 lakhs മേ ബി ഫ്രഷ് ഇഷ്യൂവും അതുപോലെ 30 lakhs എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിലും ആയിരിക്കാം. അത് ഓരോ IPOയ്ക്കും ഡിഫറെൻ്റ് ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് IPO പ്രൈസ് ബാൻഡ് അഥവാ ഇഷ്യൂ പ്രൈസ് ആണ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഷെയർസ് എത്ര രൂപയ്ക്കാണ് പബ്ലിക്കിന് വിൽക്കുന്നത് എന്നത് കാണിക്കുന്നതാണ്.
മിക്ക IPOയ്ക്ക് ഒരു പ്രൈസ് ബാൻഡ് കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം 1000 റുപ്പീസ് ടു 1100 റുപ്പീസ് എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമുക്ക് തീരുമാനിക്കാം 1000 റുപ്പീസിന് അപ്ലൈ ചെയ്യണോ 1100 റുപ്പീസിന് അപ്ലൈ ചെയ്യണോ എന്ന്. നല്ല ഡിമാൻഡ് ഉള്ള ഒരു IPO ആണെങ്കിൽ അതിൻ്റെ ഹയർ റേഞ്ചിലായിരിക്കും IPOയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോവർ എൻഡിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല. അടുത്ത ടേം എന്ന് പറയുന്നത് IPO ലോട്ട് സൈസ് അല്ലെങ്കിൽ മിനിമം ബിഡ് ആണ്. ഓരോ IPOയ്ക്ക് ഒരു ലോട്ട് സൈസ് കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം ലോട്ട് സൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ നമുക്ക് 100ന്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുപോലെ ഓർക്കുക, ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് IPOയിൽ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ IPO ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. നിങ്ങളൊരു IPOയുടെ ഓഫർ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ബിസിനസ് ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ചെക്ക് ചെയ്താൽ കാണാം ഇന്ന IPO 10 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയി അല്ലെങ്കിൽ 20 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയെന്ന്. സോ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു കമ്പനി ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1 കോടി രൂപയാണെന്ന് വെച്ചു. സോ അവരുടെ IPO പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 10 രൂപയും അതുപോലെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 1 ആണെന്ന് വെച്ചു. സോ 10 ലക്ഷം പേര് ഒരു ഷെയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് 1 കോടി രൂപയായി. പക്ഷേ 20 ലക്ഷം പേര് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവരുടെ ഡിമാൻഡ് ഡബിൾ ആയി. അപ്പം ആ IPO 2x ഓവർ സബ്സ്ക്രൈബ് ആയെന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ IPO ലിസ്റ്റിംഗ് ഗെയിൻസ് ആണ്. അഗെയിൻ നിങ്ങൾക്ക് ന്യൂസ് ചാനൽസ് കാണുമ്പോഴത്തേക്ക് കാണാൻ പറ്റും IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റിൻ്റെ അന്ന് ആ IPO ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 50% ലിസ്റ്റിംഗ് ഗെയിൻസ് തന്നു അല്ലെങ്കിൽ 30% ലിസ്റ്റിംഗ് ഗെയിൻസ് തന്നു എന്നാണ്. അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്. സേ ഇപ്പം ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആണ്. അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 150 ആണെങ്കിൽ 50% ലിസ്റ്റിംഗ് ഗെയിൻസ് പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ലിസ്റ്റിംഗ് ഗെയിൻസ് നമ്മൾ പറയുമ്പം ആ ദിവസത്തെ ലിസ്റ്റിംഗ് ഡേയുടെ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 100 റുപ്പീസ് IPO ക്ലോസ് ചെയ്തിരിക്കുന്നത് 180 റുപ്പീസിനാണ്. നമ്മൾ 80% ലിസ്റ്റിംഗ് ഗെയിൻസ് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് FPO ആണ്. FPO എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിന്റെ ഷോർട്ട് ഫോം ആണ്. IPO പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് IPO എന്ന് പറയുന്നത്. FPO എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് പിന്നെയും പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിനാണ് FPO എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഒരു പബ്ലിക് ഓഫർ കഴിഞ്ഞു, ഇതിപ്പം പിന്നെയും അടുത്ത ഓഫറുമായിട്ട് ഒരു കമ്പനി വരുന്നതിനാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ അഥവാ FPO എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് റൈറ്റ്സ് ഇഷ്യൂ ആണ്. FPO എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓൾറെഡി ലിസ്റ്റ് ചെയ്തൊരു കമ്പനി വീണ്ടും പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് അഡീഷണൽ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് FPO എന്ന് പറയുന്നത്. പക്ഷേ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ലിസ്റ്റഡ് കമ്പനി തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് മാത്രം വീണ്ടും ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ് ജാഗ്വാർ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റൈറ്റ്സ് ഇഷ്യൂ ഓപ്പൺ ചെയ്തായിരുന്നു. അതുപോലെ ഉടൻ തന്നെ ഭാരതി എയർടെലിൻ്റെയും ഒരു റൈറ്റ്സ് ഇഷ്യൂ വരാൻ പോവാണ്. അടുത്ത ടേം എന്ന് പറയുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി തന്നെയാണ് നമ്മൾ സ്റ്റോക്സ് എന്നും ഷെയർസ് എന്നൊക്കെ വിളിക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസിന് 400 കോടിയിലധികം ഷെയർസ് ഉണ്ട് ടോട്ടലായിട്ട്. സോ എൻ്റെ കയ്യിൽ ഇപ്പം 100 ഷെയർസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ 400 കോടിയിൽ 100 ആണ് എനിക്കുള്ളത്. സോ അതിൻ്റെ ഒരു പോർഷനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പം ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്താലും നിങ്ങൾ ആ ബിസിനസിൻ്റെയും ആ കമ്പനിയുടെയും പാർട്ട് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം റിലയൻസിൻ്റെ മേജർ സ്റ്റേക്ക് എന്ന് പറയുന്നത് അംബാനിയുടെയിലായിരിക്കാം. പക്ഷെ നമ്മളിപ്പം ഒരു ഷെയർ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മളും ആ കമ്പനിയുടെ ഒരു ഭാഗമാണ്. സോ അയാളുടെ നമ്മളെക്കാൾ കൂടുതൽ ഷെയർസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നമ്മളും അതിൻ്റെ ഒരു ഓണറാണ്. അപ്പം ഇനി ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് ടേംസ് ആണ് പറയാൻ പോകുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ടേംസിൽ ഞാൻ ആക്ച്വലി 11 ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 അക്കൗണ്ട്സ് ആണ് ബേസിക്കലി വേണ്ടത്. ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഷെയർസ് എല്ലാം സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതിപ്പോൾ ബാങ്ക് അക്കൗണ്ടായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ഷെയർസ് ആണ് നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളിപ്പം ഓൺലൈനിൽ കൂടെ ഒരു ഇൻഫോസിസിൻ്റെ 100 ഷെയർസ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് അത് സൂക്ഷിക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യും. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മേജർ ബാങ്ക്സും ഡിമാറ്റ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനും സെൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. ഇന്ന് മേജർ ബാങ്ക്സ് എല്ലാം 3-in-1 അക്കൗണ്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാം കൂടെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജിയോജിത്തിൽ പോയി ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം. HDFC ബാങ്കിൽ പോയി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല നിങ്ങളുടെ ബ്രോക്കർ ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം അവർ വഴി ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് ICICI പോയി ഡിമാറ്റ് അക്കൗണ്ടും HDFC പോയി ബാങ്ക് അക്കൗണ്ടും ഓപ്പൺ ചെയ്ത് ഈ 3 അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്താൽ മതി. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അതിൻ്റെ ലിങ്ക് കാണാൻ. അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് ഒരു ID പ്രൂഫും അഡ്രസ് പ്രൂഫും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫ്, അതുപോലെ പാൻ കാർഡും പിന്നെ 1-2 ഫോട്ടോഗ്രാഫ്സ് വരണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രോക്കറേജിനെ പറ്റിയാണ്. നിങ്ങൾ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങളിൽ നിന്ന് ഒരു കമ്മീഷൻ ഈടാക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ജിയോജിത്ത് ആണെങ്കിൽ 20 റുപ്പീസാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. അതുപോലെ HDFC ബാങ്ക് ആണ് 25 റുപ്പീസാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്നത് പിന്നെ ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും പറയുന്നത്. അതായത് ടോട്ടൽ ട്രേഡിൻ്റെ 0.25% അല്ലെങ്കിൽ 0.5% ആയിരിക്കും അവർ കമ്മീഷനായിട്ട് ഈടാക്കുന്നത്.
അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ പറ്റി പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ടേം എന്ന് പറയുന്നത് NSDL പിന്നെ CDSL ആണ്. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നും അതുപോലെ CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നുമാണ്. ഈ രണ്ട് എൻറ്റിറ്റീസ് ആണ് ഇന്ത്യയിലുള്ള രണ്ട് ഷെയർ ഡെപ്പോസിറ്ററീസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഷെയർസ് എല്ലാം ഒരു ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു വിർച്വൽ അക്കൗണ്ട് മാത്രമാണ്. ശരിക്കും ഈ ഷെയർസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് NSDL CDSL ആണ്. അവരാണ് ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസിന്റെയും ബോൺസിന്റെയും എല്ലാം കസ്റ്റോഡിയൻ. അടുത്ത ടേം എന്ന് പറയുന്നത് T+2 സെറ്റിൽമെന്റ് സൈക്കിൾ ആണ്. നിങ്ങളിപ്പം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ വെബിലോ എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റും T+2 സെറ്റിൽമെന്റ് സൈക്കിൾ എന്ന്. അതിനർത്ഥം ഇതാണ്, നിങ്ങളിപ്പോൾ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്നിരിക്കുന്നത് മൺഡേയിലാണെന്ന് വെച്ചു. സോ ആ ഷെയർ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് വെനസ്ഡേയിലായിരിക്കും. സോ അവിടെ T എന്ന് പറയുന്നത് മൺഡേ ആണ്, അതായത് ട്രേഡ് നടന്ന ദിവസം. അതിന് +2 എന്ന് പറഞ്ഞാൽ ആ മൺഡേ +2, അതായത് വെനസ്ഡേയിലാണ് നിങ്ങളുടെ ആ ഷെയർ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ഇപ്പം മൺഡേയിലാണെങ്കിൽ അതിൻ്റെ ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് വെനസ്ഡേയിൽ തന്നെ ആയിരിക്കും. ഇനി ഞാൻ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻട്രാഡേ അഥവാ ഡേ ട്രേഡ്, രണ്ടെന്ന് പറയുന്നത് ഡെലിവറി ട്രേഡ്. നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്തിട്ട് അന്ന് തന്നെ അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രാഡേ ട്രേഡ് എന്നാണ് പറയുന്നത്. അതിൽ നമ്മളൊരു ഷെയർ ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് നാളെയാണ് അത് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിന് ഡെലിവറി ട്രേഡ് എന്നും പറയും. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ മാർജിൻ ട്രേഡിംഗ് അഥവാ ലെവറേജ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഇൻട്രാഡേയിൽ ഒരു 2 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റലായിട്ട് ഒരു 10,000 20,000 രൂപയെ വേണ്ടി വരത്തുള്ളായിരിക്കും. സോ നിങ്ങളുടെ ബ്രോക്കർ ഇപ്പം 10x ലെവറേജ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ കൊണ്ട് 1 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ 10,000 രൂപ വെച്ചിട്ട് ഒരാൾ 1 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുമ്പം ആ സ്റ്റോക്ക് ഒരു 10% കയറുമ്പോഴത്തേക്ക് അയാളുടെ ക്യാപിറ്റൽ അവിടെ ഡബിളായി. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ BTST ആണ്. BTST എന്ന് പറഞ്ഞാൽ ബൈ ടുഡേ സെൽ ടുമോറോ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ള മാർജിനാണ് തരുന്നത്. അതായത് ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊണ്ട് 10 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷേ BTST എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്ത ഷെയർ നാളെ വേണമെങ്കിലും വിൽക്കാൻ പറ്റും. അതായത് അവർ ലെവറേജ് ഒരു ദിവസത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അതിന് അവരൊരു ചാർജ് ഈടാക്കുകയും ചെയ്യും. ഇത് എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഈ ഫെസിലിറ്റി തരുന്നില്ല. പക്ഷേ തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ബ്രോക്കർ നിങ്ങൾക്ക് തരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ BTST എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ഓർഡറും രണ്ടെന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡറും. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡറാണത്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രൈസിൽ മാത്രമേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 ആണെന്ന് വെച്ചു. ഞാനൊരു 10 ഇൻഫോസിസ് മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം 1000 നിന്ന് 1010 രൂപ എത്തിയാലും അതങ്ങ് എക്സിക്യൂട്ട് ആവും. പക്ഷേ ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ വെക്കുവാണെങ്കിൽ 1000 റുപ്പീസിൻ്റെ ലിമിറ്റ് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ 1000 റുപ്പീസ് മാത്രമേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അടുത്ത ടേം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മെയിൻലി 2 ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ആണുള്ളത്. ഒന്ന് ലിമിറ്റ് ഓർഡറും പിന്നെ മാർക്കറ്റ് ഓർഡറും. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. അതായത് അവരുടെ ഗെയിൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 750 റുപ്പീസ് ആണെന്ന് വെച്ചു. സോ ഞാൻ ആ സ്റ്റോക്ക് ഇപ്പം 750 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് 745 ആണെങ്കിൽ അത് വിൽക്കുകയും വേണം. അതായത് താഴോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലോസ് മിനിമൈസ് ചെയ്യണമെന്ന് വെച്ചു. സോ ഞാൻ അവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. സോ അവിടെ പ്ലേസ് ചെയ്യുന്നത് 750 റുപ്പീസിന് പർച്ചേസും ചെയ്യുന്നു, അതുപോലെ 745 എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് അവിടെ സെറ്റും ചെയ്യും. സോ എപ്പോഴെങ്കിലും അന്നത്തെ ദിവസം ആ ഷെയറിൻ്റെ പ്രൈസ് 745 ആകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ടൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തോളും. അടുത്ത ടേം എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആണ്. സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൽ എപ്പോഴേലും ഈ ഒരു ടേം കണ്ടേക്കാം. സോ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിനെ സ്ക്വയർ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻഫോസിസിൻ്റെ 100 ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ ആ 100 ഷെയർസ് സെല്ല് ചെയ്യാനായിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നെറ്റ് പൊസിഷൻ 0 ആക്കുന്നതിനാണ് സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. ഇനി ഞാൻ മീഡിയ ടേംസ് ആണ് പറയാൻ പോകുന്നത്. മീഡിയ ടേംസിൽ ഞാൻ 11 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ബിസിനസ് ന്യൂസ് ചാനൽസ് കാണുമ്പോൾ ഫ്രീക്വൻറ്റ്ലി കേൾക്കാൻ ചാൻസ് ഉള്ളതാണ്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആണ്. ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ലീഡിംഗ് കമ്പനീസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിലെ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയുന്നത് സെൻസെക്സിലുള്ള 30 കമ്പനീസും നിഫ്റ്റി 50യിലുള്ള 50 കമ്പനീസുമാണ്. സോ ഈ 50 കമ്പനീസ് അല്ലെങ്കിൽ ഈ 30 കമ്പനീസാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനീസ്. ബേസിക്കലി ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതുപോലെ അതെല്ലാം ഡിവിഡൻഡ് പേയിങ്ങും ആയിരിക്കും. അതുപോലെ നല്ലൊരു മാനേജ്മെൻറ്റും കാണും. ബട്ട് സ്റ്റിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന ലേബലിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന JPSO, സീറ്റും, സുസ്ലോണും, യൂണിറ്റെക്കും, DLF ഒക്കെ ഭയങ്കര ലോസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അടുത്ത ടേം എന്ന് പറയുന്നത് പെന്നി സ്റ്റോക്സ് ആണ്. പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് സ്റ്റോക്സ് ആണ്. അതായത് 10 രൂപയ്ക്ക് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സിനെയാണ് നമ്മൾ ബേസിക്കലി പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സൂസ്ലോൺ, JP അസോസിയേറ്റ്, ആർകോം, IVRCL എക്സെട്ര ഒക്കെ. അടുത്തത് സൈക്ലിക്കൽ സ്റ്റോക്സ് ആണ്. സൈക്ലിക്കൽ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ബാങ്കിങ് സ്റ്റോക്സും, ഓട്ടോ സ്റ്റോക്സും, കൺസ്ട്രക്ഷൻ സ്റ്റോക്സും, റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് ഒക്കെ. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി നല്ലതായിട്ട് ഗ്രോ ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം ആൾക്കാരുടെ ഇൻകം കൂടുമെന്നുള്ളതാണ്. സോ ഇൻകം കൂടുമ്പോഴത്തേക്ക് അവർ പുതിയ കാർ മേടിക്കും, അതുപോലെ വീട് വാങ്ങിക്കും, അതുപോലെ പ്രോപ്പർട്ടി വാങ്ങിക്കും, അതുപോലെ ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കും. സോ ഈ സെക്ടറിൽപ്പെട്ട കമ്പനീസിൻ്റെ എല്ലാം പ്രോഫിറ്റ്സും ഗ്രോ ചെയ്യും. അതുപോലെ ഒരു എക്കോണമി റിസഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇൻകവും കുറയും, അവരുടെ സേവിങ്സും കുറയും. സോ അവർ എസെൻഷ്യൽ ഐറ്റംസിന് മാത്രമേ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. സോ ഒരാൾ കാർ വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഐഡിയ അവർ നീട്ടിവെക്കും. അതുപോലെ ഒരു വീട് വാങ്ങിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അതും അവർ നീട്ടിവെക്കും. സോ അപ്പം റിയൽ എസ്റ്റേറ്റിനെയും കൺസ്ട്രക്ഷനെയും ഓട്ടോ സെക്ടറിനെയും എല്ലാം അത് അഫക്റ്റ് ചെയ്യും. അടുത്ത ടേം എന്ന് പറയുന്നത് ഡിഫൻസീവ് സ്റ്റോക്സ് ആണ്. ഡിഫൻസീവ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയായിട്ട് കോറിലേറ്റ് ചെയ്തായിരിക്കത്തില്ല അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് FMCG സ്റ്റോക്സും അതുപോലെ ഫാമയൊക്കെ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ഫാർമ കമ്പനീസ് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ 2008 ക്രാഷിലാണ്. സോ 2008 സമയത്ത് ബാങ്ക് സ്റ്റോക്സും റിയൽ എസ്റ്റേറ്റ് എല്ലാം താഴോട്ട് പോയപ്പോഴത്തേക്ക് ഫാർമ കമ്പനീസും IT കമ്പനീസുമാണ് നന്നായിട്ട് കയറിയത്. അടുത്ത ടേം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. നമ്മളൊരു സ്റ്റോക്ക് ലിക്വിഡ് ആണെന്നും ഇല്ലിക്വിഡ് ആണെന്നും പറയാറുണ്ട്. ഒരു സ്റ്റോക്ക് ലിക്വിഡ് ആണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് സെല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റോക്ക് ഇല്ലിക്വിഡ് ആണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വിറ്റ് കളയാൻ ഒക്കത്തുമില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബൈ ഓർഡർ കൊടുത്തിട്ട് ഇപ്പം കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പം 300 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ ബൈ ഓർഡർ 300 തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവും. പക്ഷേ ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പം 15 രൂപയാണെങ്കിൽ നമ്മൾ ആ 15 രൂപയ്ക്ക് ബൈ ഓർഡർ കൊടുത്താലും കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. സോ അതിനർത്ഥം അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് സ്റ്റോക്ക് ആണെന്നും ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇല്ലിക്വിഡ് സ്റ്റോക്ക് ആണെന്നാണ്. അടുത്തത് ബുൾ മാർക്കറ്റ് ആണ്. ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രൈമറി സ്റ്റോക്ക് ഇൻഡെക്സ് മുകളിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നതിനാണ് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിലെ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സും നിഫ്റ്റി 50 ആണ്. ഈ രണ്ട് ഇൻഡെക്സും 2003 to 2008 ഒരു ബുള്ളറിന് കാഴ്ചവെച്ചായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ് 2008 ഒരു ക്രാഷ് വന്നു. ക്രാഷ് കഴിഞ്ഞിട്ട് ഒരു 2011 അറൗണ്ട് മുതൽ 2014-15 വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് കയറുകയും ചെയ്തു. സോ ആ രണ്ട് പീരീഡും ബുൾ ആയിരുന്നു ഈ രണ്ട് ഇൻഡെക്സസിൻ്റെ. ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രൈമറി ഇൻഡെക്സസ് എല്ലാം താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബുൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അധികം ലാസ്റ്റ് ചെയ്തില്ല. ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 5-10 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യും. പക്ഷേ ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2-3 വർഷമൊക്കെയാണ് സാധാരണ ലാസ്റ്റ് ചെയ്യുന്നത്. ബുൾ മാർക്കറ്റിനുള്ളിൽ തന്നെ കറക്ഷൻസ് സംഭവിക്കാം, അതുപോലെ ബെയർ മാർക്കറ്റിനുള്ളിൽ തന്നെ റാലിയും സംഭവിക്കാം. അടുത്ത ടേം എന്ന് പറയുന്നത് ഡേ ട്രേഡേഴ്സും സ്വിംഗ് ട്രേഡേഴ്സും ആണ്. ഡേ ട്രേഡേഴ്സ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്താൽ അന്ന് തന്നെ അത് എക്സിറ്റ് ചെയ്യും. സ്വിംഗ് ട്രേഡേഴ്സ് ആണ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് അത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ അത് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും അത് എക്സിറ്റ് ചെയ്യുന്നത്. അടുത്തത് വാല്യൂ ഇൻവെസ്റ്റിംഗ് അഥവാ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സിലായിരിക്കത്തില്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോൾ ക്യാപ് കമ്പനീസിലായിരിക്കും. സോ അവരൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയ പാസ്സാകുന്ന സ്റ്റോക്സ് മാത്രമേ അവർ പർച്ചേസ് ചെയ്യത്തുള്ളൂ. വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അടുത്തത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പറഞ്ഞാൽ ഒരു കമ്പനിയും ആ കമ്പനിയുടെ സ്റ്റോക്കിനെയും സ്റ്റഡി ചെയ്യുന്നതിനാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് ആ കമ്പനിയുടെ ഏർണിങ്സും മാനേജ്മെൻറ്റ് ക്വാളിറ്റിയും ബാലൻസ് ഷീറ്റും അതുപോലെ ആ സെക്ടറിലുള്ള ബാക്കിയുള്ള കമ്പനീസായിട്ടുള്ള ഒരു കമ്പാരിസൺ എല്ലാം നടത്തിയിട്ടായിരിക്കും അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് പാറ്റേൺസും ചാർട്ട്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു ബൈ ഓർ സെൽ കോൾ എടുക്കുന്നതിനാണ് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് ടേംസ് ആണ്. ട്രേഡിംഗ് ടേംസിൽ ഞാൻ 11 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്കിന്റെ പ്രൈസ് നിങ്ങൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റിനേക്കാൾ താഴെ പോകുമ്പോൾ നിങ്ങൾ അത് ആവറേജ് ചെയ്യാൻ വേണ്ടി വീണ്ടും വാങ്ങിക്കുന്നതിനാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇപ്പം 100 രൂപയാണെന്ന് വെച്ചു. സോ നിങ്ങളത് 100 എണ്ണം 100 രൂപയ്ക്ക് വാങ്ങിക്കുകയാണ് ആദ്യം. സോ അത് കഴിഞ്ഞ് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 90 രൂപയിൽ എത്തിയെന്ന് വെച്ചു. സോ അപ്പം നിങ്ങൾ വീണ്ടും ഒരു 100 എണ്ണം കൂടെ പർച്ചേസ് ചെയ്യുകയാണ്.
അത് കഴിഞ്ഞ് പിന്നെ അത് 80 രൂപയിലേക്ക് പോകാമെന്ന് വെച്ചു. സോ അപ്പോൾ നിങ്ങളത് വീണ്ടും 100 കൂടെ വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ 90 ആയി. സോ 80 റുപ്പീസിൽ നിന്ന് 90 റുപ്പീസിലോട്ട് എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലോസ് അവിടെ കവേർഡായി. സോ 91 എത്തുമ്പോഴത്തേക്ക് അത് പ്രോഫിറ്റുമായി. സോ അപ്പോൾ അവിടെ നിങ്ങൾ ആവറേജ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് പ്രൈസ്, ഒറിജിനൽ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആയിരുന്നു, 101 രൂപ എത്തിയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രോഫിറ്റിലാകത്തുള്ളായിരുന്നു. ഒരു മ്യൂച്വൽ ഫണ്ട് SIPയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. അടുത്തത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസ്ക് എത്രയാണോ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 100 റുപ്പീസിന് ഒരു ഷെയർ പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചു. സോ അതിൻ്റെ അകത്ത് ഞാൻ 5 രൂപ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത് 95 ആയിരിക്കും. അതായത് 95 റുപ്പീസിന് താഴെ പോകുകയാണെങ്കിൽ ഞാൻ ആ സ്റ്റോക്ക് അവിടെ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, 5 രൂപ ലോസ് ബുക്ക് ചെയ്തിട്ട്. ഒരു ട്രേഡർ ആണെങ്കിലും ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് ഏത് ലെവൽ വരെ താഴും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് JP Associateഉം സൂസിലോണും യൂണിടെക് ഒക്കെ. ഇതൊക്കെ 500 രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്, ഇപ്പം 10 രൂപയ്ക്ക് താഴെ ഉള്ളൂ. സോ ഈ സ്റ്റോക്കുകളൊക്കെ 500 രൂപയിൽ നിന്ന് 100 രൂപയിൽ എത്തിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് അവിടെ വാങ്ങിച്ചിരുന്നതെങ്കിൽ അവർക്ക് ഒരു വലിയൊരു ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേനെ. അടുത്തത് ലോങ് പൊസിഷൻ ആണ്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിനാണ് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് പൊസിഷൻ അഥവാ ഷോർട്ട് സെല്ലിംഗ് ആണ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യാത്ത ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് പിന്നെ അത് പർച്ചേസ് ചെയ്യുന്നതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ഷോർട്ട് സെല് ചെയ്യാനായിട്ട് ഈസിയാണ്, നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ വഴി തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ലോങ് ടേമിലാണ് നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം യൂസ് ചെയ്താൽ മതി. NSEയുടെ ഒരു സ്റ്റോക്കിലുള്ള നിങ്ങളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ലോങ് പൊസിഷനാണ് എടുക്കേണ്ടത്. അതിൽ ഒരു സ്റ്റോക്കിലുള്ള നിങ്ങളുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് പൊസിഷനുമാണ് എടുക്കേണ്ടത്. ലോങ് പൊസിഷൻ എടുക്കുമ്പോഴും ഷോർട്ട് പൊസിഷൻ എടുക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു ലോങ് പൊസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 100% ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ബാങ്ക്രപ്റ്റ് ആയി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 0 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇട്ട ക്യാപിറ്റൽ മൊത്തം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. സോ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതാണ്. പക്ഷേ ഷോർട്ട് സെല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവിടെ നിങ്ങളുടെ മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത് 100%, പക്ഷേ മാക്സിമം ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. കാരണം ഒരു സ്റ്റോക്ക് എത്ര ഹൈലോട്ട് വേണേലും പോകാം. സോ ഷോർട്ട് സെല് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അടുത്തത് അസറ്റ് അലോക്കേഷൻ ആണ്. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ പ്രോസസ്സിനെയാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് 5 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിനും 2 ലക്ഷം രൂപ ഗോൾഡിലും ബാക്കി 2 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന്. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സ്റ്റോക്സിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റോക്കും എത്ര ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഏതൊക്കെ സ്റ്റോക്സ് ആണെന്നുള്ളതും അതിലൊക്കെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നും, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ ഫണ്ടാണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതെല്ലാം കാണിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അടുത്തത് ഡിവിഡൻഡ് ആണ്. ഒരു കമ്പനി പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആ ഡിവിഡൻഡ് തിരിച്ച് കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നത് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസ് 100% ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുകയാണെന്ന് വെച്ചു. സോ അതിനർത്ഥം നിങ്ങളുടെ ക്യാപിറ്റൽ 100% തിരിച്ച് കിട്ടും എന്നല്ല. ഡിവിഡൻഡ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും. സോ 100% ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ് വാല്യൂ 5 രൂപയാണെങ്കിൽ ആ 5 രൂപയായിരിക്കും നിങ്ങളുടെ ഡിവിഡൻഡ്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് ആക്ച്വലി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് yield ആയിരിക്കും. ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് കറന്റ് സ്റ്റോക്ക് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 750 രൂപയാണെന്ന് വെച്ചു. അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 7 രൂപയാണെന്ന് വെച്ചു. സോ 7 രൂപയെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് 750 റുപ്പീസിൻ്റെ 1% ആണ്. സോ അവിടെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് 1% ആയിരിക്കും. അടുത്തത് എക്സ് ഡിവിഡൻഡ് ആണ്. ഒരു കമ്പനി എക്സ് ഡിവിഡൻഡ് ആയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കമ്പനിയുടെ ഷെയർസ് നിങ്ങൾ പിന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് കിട്ടത്തില്ല എന്നതാണ്. എക്സ് ഡിവിഡൻഡിനെ ബേസ് ചെയ്ത് 4 ടേംസും കൂടെ ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് അനൗൺസ്മെൻറ്റ് ഡേറ്റ് ആണ്. അനൗൺസ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്ന ആ ദിവസത്തിനെയാണ് അനൗൺസ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ആണ്. എഫക്റ്റീവ് ഡേറ്റിൻ്റെ അന്നോ അത് കഴിഞ്ഞിട്ടോ നിങ്ങൾ ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് കിട്ടത്തില്ല എന്നാണ് അതിനർത്ഥം. അടുത്തത് റെക്കോർഡ് ഡേറ്റ് ആണ്. ആ റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് ആർക്കൊക്കെ ആ കമ്പനിയുടെ ഷെയർസ് ഉണ്ടോ അവർക്കൊക്കെയാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും. സോ എക്സ് ഡിവിഡൻഡ് ഡേറ്റിന് തലേദിവസം വാങ്ങിക്കുന്നവർക്ക് വരെ ഡിവിഡൻഡ് കിട്ടും. അടുത്തത് പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ദിവസത്തിനെയാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്.
അടുത്തത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം MRFിൻ്റെ ഷെയർസ് നിങ്ങൾക്ക് അറിയാം 50,000 രൂപയ്ക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ അവർ തീരുമാനിക്കുകയാണ് ആ സ്റ്റോക്കിനെ 50,000-ൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാവുന്നത്. സോ അവർ ചിലപ്പം 50,000-ൽ നിന്ന് 5,000-ലോട്ടായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം അതായത് നിങ്ങൾക്ക് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 10 അവിടെ കിട്ടുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ ഷെയർസിൻ്റെ ഫേസ് വാല്യൂവും സ്പ്ലിറ്റ് ആവും. സോ MRFിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 10 രൂപയാണെങ്കിൽ അവരത് 10 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫേസ് വാല്യൂ അപ്പം അവിടെ 1 ആകും. അടുത്ത ടേം എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ആണ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഫ്രീ ഷെയർസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് അത് കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, 2 അത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആക്ച്വലി അവർക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അവർക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ക്യാഷ് റിസർവ് കുറയുകയും ചെയ്യും, അപ്പം ഇക്വിറ്റി കൂടുകയും ചെയ്യും. സോ ഇതൊരു ടെക്നിക്കൽ ടേം ആണ്. ബോണസ് ഷെയർസിൻ്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് മാർക്കറ്റിലോട്ട് വരുന്നത്. സോ അതായത് നമുക്ക് ആ സ്റ്റോക്ക് കൂടുതൽ ലിക്വിഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം MRFിൻ്റെ ഒക്കെ പ്രൈസ് പറഞ്ഞാൽ 50,000 രൂപയാണ്. അതിപ്പോൾ ഒരു 10 സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത് കൂടുതൽ അഫോർഡബിൾ ആണ്. സോ കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും പിന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതൊരു സ്ട്രോങ് കമ്പനീസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആക്ച്വലി ഒരു നല്ല സൈനാണ് ലോങ് ടേമിലത്തേക്ക്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും വിപ്രോയും ഇൻഫോസിസും ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് ബോണസ് ഷെയർസും സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്തിയിട്ടുണ്ട് പാസ്റ്റിൽ. അടുത്ത ടേം എന്ന് പറയുന്നത് ബൈബാക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്പനീസിന് അവരുടെ ക്യാഷ് റിസർവ് യൂസ് ചെയ്തിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർസ് തിരിച്ചു വാങ്ങിക്കാനും സാധിക്കും. അതിനാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്പർ ഓഫ് ഷെയർസ് അവിടെ കുറയായിരിക്കും ചെയ്യുന്നത്. ഇനി ഞാൻ സ്റ്റോക്ക് പ്രൈസ് റിലേറ്റഡ് കുറേ ടെക്നിക്കൽ ടേംസ് ആണ് പറയാൻ പോകുന്നത്. ടെക്നിക്കൽ ടേംസിൽ ഞാൻ 17 സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ടേംസ് എല്ലാം തന്നെയും ഒരു സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസിനെയും ഹിസ്റ്റോറിക്കൽ പ്രൈസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. സപ്പോസ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിചാരിച്ചു. സോ ഞങ്ങളപ്പം ഇനീഷ്യലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ റേസ് ചെയ്യാനായിട്ടാണ്. അതായത് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് ആവശ്യം. സോ ഞങ്ങളപ്പം 1000 രൂപ വിലയുള്ള 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. സോ ആ 1000 രൂപയ്ക്കാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ ആ 1000 ഷെയർസിനാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഞങ്ങൾ 10 പേര് ചേർന്നാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരാൾക്ക് 100 ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ 100 ഷെയർസ് വീതം 10 പേർക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ 1000 ഷെയർസ് ആയി. ആ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. സോ 1000 × 1000 10 lakh rupees ആണ് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ 10 lakhs ആയിരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഇക്വിറ്റി അഥവാ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 10 ലക്ഷം രൂപ റേസ് ചെയ്തിട്ടാണ്. അത് റേസ് ചെയ്യാനായിട്ട് 1000 രൂപ വിലയുള്ള 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 10 പേരാണ്. അതുപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അടുത്ത ടേം എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ആണ്. സപ്പോസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളർന്നു എന്ന് വിചാരിച്ചു. സോ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയെന്ന് അസ്യൂം ചെയ്തു. നെറ്റ് വർത്ത് 50 ലക്ഷം രൂപയിലെത്തി എന്ന് വെച്ചാൽ അതിനർത്ഥം ഞങ്ങളുടെ കമ്പനിയുടെ അസറ്റ്സ് മൊത്തം വിറ്റിട്ട് അതിൻ്റെ ലയബിലിറ്റീസ് എല്ലാം കൂടെ പേയും ചെയ്ത് കഴിഞ്ഞാൽ മിച്ചം വരുന്ന എമൗണ്ട് ആണ്. സോ 50 lakhs ആണ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ആ നെറ്റ് വർത്തിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1000 ആയിരുന്നു. അതുപോലെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ അന്നത്തെ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 50 ലക്ഷം രൂപയിലെത്തി. സോ ആ 50 ലക്ഷം രൂപ 1000 ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 5000 രൂപ കിട്ടും. സോ 5000 രൂപയായിരിക്കും ഞങ്ങളുടെ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസ് ആണ്. സപ്പോസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലറും ബയറും മ്യൂച്വലി അഗ്രി ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് 750 rupees ആണ്. അതിനർത്ഥം ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് 750 rupees. അതായത് ഒരു ബയറിന് സെല്ലർ വിറ്റ പ്രൈസ് ആണ് 750 rupees. അടുത്ത ടേം എന്ന് പറയുന്നത് ബിഡ് ആൻഡ് ഓഫർ ആണ്. ബിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ്. അതുപോലെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാൻ റെഡി ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഓഫർ കാണിക്കുന്നത്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ സ്റ്റോക്കിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആണ് ഓഫർ എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് വോളിയം ആണ്. സപ്പോസ് നിങ്ങൾ എൻ്റെ നിന്ന് ഒരു ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഷെയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ആയി. നിങ്ങളുടെ നിന്ന് വേറൊരാളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ വോളിയം അവിടെ 2 ആയി. ഒരു സ്റ്റോക്കിൻ്റെ വോളിയം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അതിൻ്റെ അകത്ത് ആവറേജ് വോളിയം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആവറേജ് വോളിയം എന്ന് പറഞ്ഞാൽ 5 day ആവറേജ് കാണിക്കാം, 10 day ആവറേജ് കാണിക്കാം, 30 day ആവറേജ് കാണിക്കാം. ഒരു സ്റ്റോക്കിൻ്റെ 5 day ആവറേജ് വോളിയം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 5 ദിവസത്തെ ടോട്ടൽ വോളിയം ബൈ 5 ആണ്. അതുപോലെ ആ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 30 days ടോട്ടൽ വോളിയം എടുത്തിട്ട് ഡിവൈഡ് ബൈ 30 നോക്കുന്നതാണ് ആ സ്റ്റോക്കിൻ്റെ 30 day ആവറേജ് വോളിയം. അടുത്ത ടേം എന്ന് പറയുന്നത് 52 week ലോ ആൻഡ് ഹൈ ആണ്. 52 week ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 1 yearലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ്. അതുപോലെ 52 week ഹൈ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 1 yearലെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസും ആണ്.
52 വീക്ക് ലോസ് ആൻഡ് ഹൈസിനെ കുറിച്ച് ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഓൾ ടൈം ഹൈ ആൻഡ് ലോ ആണ്. ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ള മാക്സിമം പ്രൈസ് ആണ്. അതുപോലെ ഓൾ ടൈം ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും താഴ്ന്ന റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ വർഷം റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് അതിൻ്റെ ഓൾ ടൈം ലോയിലും അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലും ആണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ടേം എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മാർക്കറ്റ് ക്യാപ്പ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻഫോസിസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 400 കോടിയിലധികമാണ്. അതുപോലെ അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 750 രൂപയാണ്. സോ ആ 400 കോടി ഇൻറ്റു 750 ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ PB റേഷ്യോ അഥവാ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആണ്. PB റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ബുക്ക് വാല്യൂ ആണ്. അതായത് ആ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബൈ നെറ്റ് വർത്ത്. അടുത്ത ടേം എന്ന് പറയുന്നത് EPS ആണ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ്സ് പെർ ഷെയർ എന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലാസ്റ്റ് 1 ഇയർ പ്രോഫിറ്റ് എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ ഫസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1000 ആയിരുന്നു. സോ ആ 25 lakhs ബൈ 1000 ചെയ്താൽ കിട്ടുന്ന എത്രയാണോ അതാണ് ആ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അതായത് 2500 രൂപ വരും. അടുത്ത ടേം എന്ന് പറയുന്നത് PE റേഷ്യോ ആണ്. PE റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ എന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ EPS എന്ന് പറയുന്നത് 2500 രൂപയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് മേ ബി 25000 രൂപയായിരിക്കും. സോ ആ 25000 രൂപ ഡിവൈഡഡ് ബൈ 2500 രൂപ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ PE മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. PE മൾട്ടിപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാസ്റ്റ് 1 ഇയറിലെ EPS ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ EPS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫോർവേഡ് PE എന്നാണ് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി PE ആണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും EPSഉം PE റേഷ്യോയും ബുക്ക് വാല്യൂവും പ്രൈസ് ടു ബുക്ക് വാല്യൂവും എല്ലാം കാണും. സോ അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇൻഡസ്ട്രി PE. ഇൻഡസ്ട്രി PE എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഏത് സെക്ടറിലാണോ ആ സെക്ടറിലുള്ള എല്ലാ കമ്പനീസിൻ്റെയും ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ചില സ്റ്റോക്സിന് ഒരു പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു ദിവസം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ പ്രൈസ് ബാൻഡിന് വെളിയിലോട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കത്തില്ല. സോ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ പ്രൈസ് ബാൻഡിൻ്റെ ലോവർ എൻഡിലാണ് ടച്ച് ചെയ്തതെങ്കിൽ അതിനെ ലോവർ സർക്യൂട്ട് എന്നും അതിൻ്റെ അപ്പർ എൻഡിലാണ് ടച്ച് ചെയ്തതെങ്കിൽ അതിനെ അപ്പർ സർക്യൂട്ട് എന്നുമാണ് പറയുന്നത്. അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 5%, 10%, 20% ആയിരിക്കും. അത് ഓരോ കമ്പനീസിനും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഹൈലി ലിക്വിഡ് സ്റ്റോക്സിനൊന്നും അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഇല്ല. സോ അത് ഒരു ദിവസം തന്നെ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കയറാനും താഴാനും അനുവദിക്കും. അടുത്ത ടേം എന്ന് പറയുന്നത് 200 ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഒരു സ്റ്റോക്കിൻ്റെ 200 ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് 200 ഡേയ്സിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ 200 ആണ്. ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ഡേ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് അപ്പ് ആണെന്നും അതിൻ്റെ താഴെയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്നുമാണ് പറയുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 100 rupees ആണെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് 100 rupees എത്തുമ്പോഴത്തേക്ക് കുറേ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്ക് 1000 rupees എത്തിയാൽ കുറേ ഇൻവെസ്റ്റേഴ്സ് അത് കൊണ്ടുപോയി സെല് ചെയ്യും എന്നുള്ളതുമാണ്. ഈ രണ്ട് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ബീറ്റയാണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി കാണിക്കുന്ന ഒരു ഫിഗറാണ്. അതെന്ന് പറയുന്നത് ഒന്നോ അതിന് മുകളിലോ താഴെയോ ആയിരിക്കും. ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ ഇപ്പോൾ 1നേക്കാളും കൂടുതലാണ് അതിനർത്ഥം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മാർക്കറ്റിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1.2 ആണെങ്കിൽ അതിനർത്ഥം അത് മാർക്കറ്റിനേക്കാളും 20% മോർ വോളറ്റൈൽ ആണെന്നാണ്. ഹൈ ബീറ്റ സ്റ്റോക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് L&Tയും ടാറ്റ മോട്ടോഴ്സും ICICI ബാങ്കും മെറ്റൽ സ്റ്റോക്സും റിയൽ എസ്റ്റേറ്റൊക്കെ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.